ഒരു അനൗൺസ്മെന്റ് ചെയ്താ എന്തൊക്കെ കാര്യങ്ങൾ ഒരു അനൗൺസ്മെന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ +2 ഇംഗ്ലീഷ് എക്സാമിന് അല്ലേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ് അനൗൺസ്മെന്റ് വരാൻ സാധ്യത എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ അനൗൺസ്മെന്റ് എന്ന് പറയുമ്പോൾ അല്ലേ നമ്മൾ വ്യത്യസ്ത രീതിയിലുള്ള അനൗൺസ്മെന്റ് നമ്മൾ കേൾക്കാറുണ്ട്. ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേയുള്ള അനൗൺസ്മെന്റ്, അല്ലെങ്കിൽ അല്ലെ ഇപ്പോൾ ഫുട്ബോൾ മാച്ച് ഒക്കെ നടക്കുന്നതിന്റെ മുന്നേയുള്ള അനൗൺസ്മെന്റ്, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അനൗൺസ്മെന്റ് നിങ്ങൾ എല്ലാ ആൾക്കാരും കേട്ടിട്ടുണ്ടാവും. സോ ഒരു അനൗൺസ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ആ ഒരു അല്ലെ എങ്ങനെയാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു അനൗൺസ്മെന്റ് കേട്ടിട്ടായിരിക്കും ഒരു പക്ഷേ അവിടെയുള്ള ഓഡിയൻസ് അവിടെ നിൽക്കുന്ന ആ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ്. സോ അത്രയും അട്രാക്റ്റീവ് ആയിട്ട് അത്രയും ഓഡിയൻസിനെ അല്ലെ പ്ലേസ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ അനൗൺസ്മെന്റ് നമ്മൾ ചെയ്യണം എന്നുള്ള. സോ ആ അനൗൺസ്മെന്റ് പറയുന്ന അതേ ശൈലിയിൽ ആ കാര്യങ്ങളൊക്കെ മാക്സിമം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇത് എഴുതാനും പറ്റും എന്നുള്ള. സോ ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്തൊക്കെ അല്ലേ ഈ ഒരു അനൗൺസ്മെന്റ് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്നുള്ളതാണ്. സോ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം റൈറ്റ് ഇൻ പ്രസന്റ് ടെൻസ്. കാരണം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മുന്നിലുള്ള ഓഡിയൻസിനെ അഡ്രസ് ചെയ്തിട്ടാണ് നമ്മൾ അനൗൺസ്മെന്റ് അല്ലേ നമ്മൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ അല്ലെ ഇപ്പോൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ ഇന്നൊരു പ്രോഗ്രാം നമ്മൾ അവതരിപ്പിക്കാൻ വേണ്ടി പോവാണ്, ഇതിൽ ഇന്ന ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മുന്നിലുള്ള ആളുകളോട് നമ്മൾ പറയാം അല്ലെ. അപ്പൊ അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. നിങ്ങൾ ലൈവ് TV റിപ്പോർട്ടൊക്കെ എഴുതിയ ആൾക്കാരല്ലേ അല്ലേ, അപ്പൊ അവിടെ തന്നെ നമുക്കറിയാം അല്ലേ നമ്മൾ എങ്ങനെയാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുള്ളത്. സോ അതേപോലെ തന്നെ ഇവിടെ അനൗൺസ്മെന്റിൽ നമ്മൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അഡ്രസ് ദ ഓഡിയൻസ്. നമുക്ക് മുന്നിലുള്ള ഓഡിയൻസിനെ നമ്മൾ എന്തെങ്കിലും അഡ്രസ് ചെയ്യണം. സോ നമ്മൾ സ്റ്റുഡൻസിനെയാണോ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് അല്ലെ, നമ്മുടെ ഓഡിയൻസ് അവരാണോ, അല്ലെങ്കിൽ നാട്ടിലുള്ള അല്ലെ കോമൺ ആയിട്ടുള്ള പീപ്പിൾ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇറ്റ് ഈസ് ബെറ്റർ ടു ബിഗിൻ ദ അനൗൺസ്മെന്റ് ഇൻ ആൻ അട്രാക്റ്റീവ് സ്റ്റൈൽ. വളരെ ആകർഷകമായിട്ടുള്ള രീതിയിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എന്താണ്, വളരെ നല്ലതാണ്. ഓക്കെ, സോ ഇവിടെ ഞാനൊരു ക്വസ്റ്റ്യൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കാം. Imagine you are the announcer for the match between the Amigo brothers അല്ലെ. നമ്മൾ അമിഗോ ബ്രദേഴ്സിന്റെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. സോ അവരുടെ ആ ഒരു മാച്ച് അല്ലെ, നമ്മുടെ ഫെലിക്സും അന്റോണിയും തമ്മിലുള്ള ആ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള അനൗൺസർ നമ്മളാണെന്നുള്ളത് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, ഇമാജിൻ ചെയ്യാം. സോ പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ് ഫോർ ദ അനൗൺസ്മെന്റ്. അപ്പം ആ ഒരു അനൗൺസ്മെന്റിന്റെ സ്ക്രിപ്റ്റ് ആണ് നമ്മളവിടെ എഴുതാൻ വേണ്ടി പറഞ്ഞത്. സോ എങ്ങനെയായിരിക്കും അവർ ആ അനൗൺസ്മെന്റ് ചെയ്യുന്നത്, അതിന്റെ സ്ക്രിപ്റ്റ്. ഓക്കെ, സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറയണം, ഇതാര് തമ്മിലുള്ള മാച്ച് ആണ്, എന്തവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അല്ലെ, ആൻഡ് ഇതിൽ എന്നിട്ട് ജയിച്ചിട്ടുള്ള ആൾക്ക് എന്താ കിട്ടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവരെ നമ്മൾ ഓഡിയൻസിനോട് നമ്മൾ പറയണം. അപ്പോഴായിരിക്കും അവർ അത്രയും ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് ആ മാച്ച് കാണാൻ വേണ്ടി അവിടെ ഇരിക്കുക അല്ലെ. സോ നോക്കാം. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നൗ ഇസ് എ മൊമെന്റ് വി ഹാവ് ഓൾ ബീൻ വെയിറ്റിംഗ് ഫോർ. നമ്മൾ ഏവരും ഇതുവരെ അല്ലെ ആകാംക്ഷയോട് കൂടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാത്തിരുന്ന ആ ഒരു നിമിഷമാണ് ഇത് എന്നുള്ളതാണ്. ആ നിമിഷമാണ് ഇത്. The main event between the two fine young Puerto fighters will begin shortly. നമ്മൾ അല്ലെ ഏവരും നമ്മൾ കാത്തിരിക്കുന്ന the main event എന്ന് പറയുന്നത് യെസ് യങ് പിറ്റോറിക്കൻ ഫൈറ്റേഴ്സ് ആയിട്ടുള്ള അല്ലെ അവർ തമ്മിലുള്ള ആ മത്സരം will begin shortly എന്നുള്ള ഇതാണ് നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കാൻ പോവാണ്. The fighters are ആരൊക്കെയാണതാ, അന്റോണിയോ ക്രിസ് ആൻഡ് ഫെലിക്സ് വർഗസ്. ഇവർ രണ്ടുപേരും അല്ലെ, അന്റോണിയും ഫെലിക്സും ആണ് നമ്മുടെ ഫൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ഫെലിക്സ് വർഗസ് weighs 134 pounds and his rival അല്ലെ അദ്ദേഹത്തിന്റെ എതിരാളി അന്റോണിയോ weighs 133 pounds and the winner will represent the boys club in the tournament of champions, the golden gloves. അപ്പൊ ഇതിൽ ആരാണോ ചാമ്പ്യൻ ആവുന്നത് അല്ലെ ആ ആളെന്ത് ചെയ്യും, ബോയ്സ് ക്ലബിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഗോൾഡൻ ഗ്ലൗ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും എന്നുള്ളതാണ്. ഇറ്റ് വുഡ് ബി റിയലി എ വണ്ടർഫുൾ കോമ്പറ്റീഷൻ. തീർച്ചയായിട്ടും ഇത് എന്തായിരിക്കും, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. സൂൺ ദ വിസിൽ വിൽ ഗോ ആൻഡ് യു വിൽ സീ ദ വണ്ടർഫുൾ ബോക്സിംഗ് കോമ്പറ്റീഷൻ. പെട്ടെന്ന് തന്നെ അല്ലെ ഏതാനും നിമിഷങ്ങൾക്കകം വിസിൽ മുഴങ്ങും, നിങ്ങൾക്ക് അതിമനോഹരമായിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള ഈ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ ബി റെഡി ഫോർ എ ബ്രേക്ക് ടേക്കിംഗ് ഫിനിഷ്. ഐ ക്യാൻ സീ ദ റെഫറി പ്രിപ്പയറിംഗ് ടു വിസിൽ. ഹോപ്പ് ഓൾ ഓഫ് യു വുഡ് എൻജോയ് ഇറ്റ് വെൽ എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പം ഏതാനും നിമിഷങ്ങൾക്കകം എന്ത് ചെയ്യും, യെസ് ഈ ഒരു ഈ ഒരു ബ്രേക്ക് ടേക്കിംഗ് ആയിട്ടുള്ള ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതൊക്കെയാണ് ഇവിടെ പറയുന്നത്. റെഫറി എന്ത് ചെയ്യുന്നുണ്ട്, വിസിൽ അടിക്കാൻ വേണ്ടി ഇവിടെ റെഡി ആയിട്ടിരിക്കുക അല്ലെ, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ള എല്ലാ ആൾക്കാരും
ആൾക്കാരും ഇത് എൻജോയ് ചെയ്യുമെന്നത് പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ഓഡിയൻസിനോട് അല്ലെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ, ഒരു മാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ എങ്ങനെയായിരിക്കും അവിടെ അനൗൺസ്മെന്റ് ഉണ്ടാവുക, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഇതേ. അപ്പൊ അത്രയും എന്ത് ചെയ്യണം, നമ്മൾ അവരെ പിടിച്ചു നിർത്തുന്ന രീതിയിൽ നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, സോ നോക്കുക, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഇനി സാധ്യതയുള്ള കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. ഏതാണ്? ദ ഹവർ ഓഫ് ട്രൂത്തിന്റെ അല്ലെ. അത് നമ്മളൊരു പ്ലേ ആണ്, നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. സോ അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്കൂളിലൊക്കെ നമ്മൾ അവതരിപ്പിക്കാന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിന് മുന്നേ ഉള്ള ഒരു അനൗൺസ്മെന്റ് ചോദിക്കാറുണ്ടോ? സോ അപ്പോൾ എന്തൊക്കെയാ ഒരു അനൗൺസ്മെന്റിൽ പറയണം? ഏത് പ്ലേ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഇതിലെ ആക്ടേഴ്സ് ആരൊക്കെയാണ് അല്ലെ, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ അവിടെ പറയണം. സോ നമുക്ക് എങ്ങനെ പറയാം, ഇതിപ്പോ സ്കൂളിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആണ്. സോ അതുകൊണ്ട് ഗുഡ് ഈവനിങ് ഡിയർ ഫ്രണ്ട്സ് എന്ന് പറയാം അല്ലെ. ഡിയർ ഫ്രണ്ട്സ്, ഹിയർ ഇസ് എ സ്പെഷ്യൽ അനൗൺസ്മെന്റ്, ഒരു പ്രത്യേക അനൗൺസ്മെന്റ് അല്ലെ. വി ആർ ഗോയിങ് ടു സ്റ്റേജ് എ സ്പെഷ്യൽ ഐറ്റം. നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം നമ്മളിവിടെ സ്റ്റേജിൽ അല്ലെ അവതരിപ്പിക്കാൻ വേണ്ടി പോവാം. യെസ്, എ സ്കിറ്റ്. എന്താണ്? ഒരു സ്കിറ്റ് ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്ലേ ദ ഹവർ ഓഫ് ട്രൂത്ത്. ദ ഹവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന പ്ലേ ബേസ് ചെയ്തിട്ട് ദ ആക്ടേഴ്സ് ആർ ഫ്രം അവർ ക്ലാസ്. നമ്മുടെ ക്ലാസ്സിൽ നിന്നാണ് ഇതിലെ അല്ലെ ആക്ടേഴ്സ് ഒക്കെ. സോ മാസ്റ്റർ കിരൺ റോട്ട് ദ സ്ക്രിപ്റ്റ് ആരാ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞു? മാസ്റ്റർ രാഹുൽ സെറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് അല്ലെ. ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ അരുൺ ഈസ് ദ മെയിൻ ആക്ടർ, മുഖ്യ കഥാപാത്രം അല്ലെ. ദി ക്യാരക്ടേഴ്സ് ഇൻ ദി സ്കിറ്റ് ആർ, ആരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും ആരൊക്കെ ആയിരുന്നു ഈ ഒരു സ്കിറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്? റോബർട്ട് വാൽഡ്വിൻ, മാർത്ത, ജോൺ, എവ് ആൻഡ് മിസ്റ്റർ മാർഷാൽ. സോ ഇറ്റ് ഹാസ് എ ഗുഡ് മെസ്സേജ്. വളരെ നല്ല മെസ്സേജ് ഉള്ള ഒരു അല്ലെ ഒരു പ്ലേ ആണിത്. വാച്ച് ആൻഡ് എൻജോയ്. കാണുക അല്ലെ, എൻജോയ് ചെയ്യുന്നില്ല. താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് നോക്കുക, ഒരു സ്കിറ്റ് ബിഗിൻ ചെയ്യുന്നതിന് മുന്നുള്ള ഒരു ചെറിയൊരു അനൗൺസ്മെന്റ് അല്ലെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എത്ര മാർക്കിനാണ് അനൗൺസ്മെന്റ് ചോദിക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ നോക്കുന്നത് ഒന്നും കൂടി ഒന്ന് ഡിഫറെന്റ് അല്ലെ. പക്ഷെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് അനൗൺസ്മെന്റിന് സാധ്യതയുണ്ട്. സോ ഇവിടെ നോക്കുക എന്താണ്? ഇർഫാൻ ആലം comes to your school to inaugurate the youth club. നിങ്ങളുടെ സ്കൂളിലെ യൂത്ത് ക്ലബ് ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇർഫാൻ ആലം വരാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ പ്രിപ്പയർ സ്ക്രിപ്റ്റ് ഫോർ ആൻ അനൗൺസ്മെന്റ് ഇൻട്രൊഡ്യൂസിങ് ഹിം. അപ്പൊ അദ്ദേഹത്തെ നമ്മൾ എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം നമ്മുടെ സ്കൂളിൽ ഒരു ഗസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഒരു ഗസ്റ്റ് വരുമ്പോൾ ആളെ പറ്റി നമ്മൾ പറയണ്ടേ, ഒന്ന് അനൗൺസ് ചെയ്യണ്ടേ, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ഇനാഗ്രേഷന് വന്നിട്ടുണ്ട് എന്നുള്ള പറയാം. ഓക്കെ, സോ നോക്ക് ആൾ എന്തൊക്കെയാന്ന് പറയണം അല്ലെ. യങ് ഓൺടർപ്രീനർ ആണ്, founder and chairman of Samman Foundation ആണ്, recognized as one of the top 30 youth icons of India by the Times of India അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്ത് ഇവിടെ ഹിൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ. എന്നല്ല, അദ്ദേഹം വന്നിട്ടുണ്ട്, ഇനാഗ്രേഷൻ ആണ്, അദ്ദേഹം ആരാണ്, ഇതൊക്കെ നമ്മളിങ്ങനെ അനൗൺസ്മെന്റിലൂടെ അല്ലെ നമ്മൾ കാണികളെ അറിയിക്കാൻ വേണ്ടി പോവാണ്, ഓഡിയൻസിനെ. സോ നമുക്ക് എങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ നോക്കാം. Dear all, have you heard about people who do business for a social cause? ഒരു സോഷ്യൽ കോസിന് വേണ്ടിയിട്ടൊക്കെ അല്ലെ ബിസിനസ് ചെയ്യുന്ന ആളുകളെ പറ്റിയിട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്, അതെ, they are called social entrepreneurs അല്ലെ. അങ്ങനെയുള്ള ആൾക്കാർ സോഷ്യൽ entrepreneurs എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. I am very happy to introduce Irfan Alam, the smart and energetic social entrepreneur from Bihar. ഞാൻ വളരെ സന്തോഷവാനാണ് എന്തിലോ, ഇർഫാൻ ആലത്തിനെ. ആരാണ് ഇർഫാൻ ആലം? The smart and energetic social entrepreneur ആണ്, ബീഹാറിൽ നിന്നുള്ള. അപ്പൊ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. He is here to inaugurate our youth club. നമ്മുടെ യൂത്ത് ക്ലബ് ഇനാഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ അദ്ദേഹം വന്നിരിക്കുന്നത്. He is the founder and chairman of Samman Foundation. Started with a background to redesign the rickshaws. Samman has not got any funding from any donor or government. അവർക്ക് ഒരു ഗവൺമെന്റിൽ നിന്നോ അങ്ങനെയുള്ള ഡോണറോ ഫണ്ടിങ്ങോ ഒന്നും ഇല്ലായിരുന്നു അവർക്ക് എന്നുള്ള. The foundation gets its major revenue today from its advertising. അതിന്റെ പരസ്യത്തിലൂടെയാണ് അതിന്റെ മേജർ ആയിട്ടുള്ള അല്ലെ റവന്യൂ കിട്ടുന്നത്. Rickshaw pullers get 50% of this revenue and this helps them. അവർക്ക് അല്ലെ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു 50% റിക്ഷ പുള്ളേഴ്സിന് കൊടുക്കും. അങ്ങനെ അത് എന്ത് ചെയ്യുന്നുണ്ട്, അവരെയും ഹെൽപ്പ് ചെയ്യുന്നു എന്നല്ല. അപ്പൊ 50-50 ആയിട്ട് അവരത് ഡിവൈഡ് ചെയ്യുന്നുണ്ടോ. While catering to the economic security, the company also engages with the families of the rickshaw pullers to provide social security, education and even livelihood. അതായത് ഒരു എക്കണോമിക് ആയിട്ടുള്ള സെക്യൂരിറ്റി മാത്രമല്ല ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ, ഇവരുടെ ഫാമിലിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ലിവ്ലിഹുഡ്, ഇതിലൊക്കെ ആർക്ക് ഇന്ന് വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ് ഈ സമ്മാൻ ഫൗണ്ടേഷൻ അല്ലെ. The society needs more people like Irfan Alam with innovative ideas. ഇതേപോലെയുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസും ഉള്ള അല്ലെ ഒരുപാട്
ഇർഫാൻ ആലത്തിനെ പോലെയുള്ള ഒരുപാട് ആളുകളെ നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമുണ്ട്, സമൂഹത്തിന് ആവശ്യമുണ്ട്. The Times of India has said that ഇർഫാൻ ആലം is one of the top 30 youth icons of India. അല്ലെ, ഇർഫാൻ ആലം നമ്മുടെ ഇന്ത്യയിലുള്ള ടോപ്പ് 13 യൂത്ത് ഐക്കൺസിലുള്ള ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. The former American president ബറാക് ഒബാമ complimented him. നമ്മുടെ അമേരിക്കൻ അല്ലെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബറാക് ഒബാമ വരെ അദ്ദേഹത്തെ പറ്റി കോംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? യു ആർ ഡൂയിങ് എ ടഫർ ജോബ് ദാൻ മീ എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ ഞാൻ ചെയ്യുന്നതിനേക്കാളും ഒരു ടഫർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സ്, ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ആൻഡ് വെൽക്കം മിസ്റ്റർ ഇർഫാൻ ആലം എന്ന് പറയാം അല്ലെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമുക്ക് എന്ത് ചെയ്യാം? ഇർഫാൻ ആലത്തിന് ഒരു വലിയ കൈയടേനെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അല്ലെ. നമ്മളിപ്പോ അനൗൺസ്മെന്റ് കേൾക്കില്ലടാ, അങ്ങനെ തന്നെ കേട്ടോ. സോ നോക്ക്, ഇവിടെ പറഞ്ഞെന്താ? ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ആൻഡ് വെൽക്കം മിസ്റ്റർ ഇർഫാൻ ആലം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് അല്ലെ നമ്മൾ ജസ്റ്റ് ഒരു സ്വാഗതം ചെയ്യുന്ന പോലെയാണ്. ഇപ്പോ ഇവിടെ അനൗൺസ്മെന്റ് പറയാം അല്ലെ. അപ്പൊ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ഒരു അനൗൺസ്മെന്റ് അവിടെ അനൗൺസ് ചെയ്യാണ്, ഇങ്ങനെ ഒരു ഗസ്റ്റ് നമ്മുടെ വേദിയിൽ വന്നിരിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ ഇതും എന്താണ്? അനൗൺസ്മെന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ 3 ചാപ്റ്റേഴ്സിൽ അനൗൺസ്മെന്റ് ഇവിടെ ഡിസ്കസ് ചെയ്തു. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തായാലും അനൗൺസ്മെന്റിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള. സോ ഈ 3 ചാപ്റ്ററിലും അനൗൺസ്മെന്റ് വരാൻ സാധ്യതയുണ്ട്. സോ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അനൗൺസ്മെന്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. സോ അനൗൺസ്മെന്റിന്റെ മാർക്ക് ഇനി നമുക്ക് സെറ്റ് ആണ് എന്നുള്ള. സോ മക്കളെ, നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കൂ, അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനോ കമന്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കണ്ട. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.